നമസ്കാരം. എൻ്റെ പേര് സോനു വിജയകൃഷ്ണൻ. ഞാൻ യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നല്ല മഴയാണ്. ഞാൻ എറണാകുളത്താണുള്ളത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു മലയാളത്തിൽ എൻ്റെ ചാനലിലൊരു വീഡിയോ ഇടാമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം എൻ്റെ അടുത്ത് ഒത്തിരി പേരായി ചോദിക്കണു, എൻ്റെ ചാനലിലാണെങ്കിൽ എല്ലാം ഇംഗ്ലീഷ് വീഡിയോ ആണ്, എന്തുകൊണ്ടാണ് യോഗേനെ പറ്റി ഒരു മലയാളം വീഡിയോ ഇടാത്തത്? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ കിട്ടിയത്, പണ്ടെപ്പോഴോ എൻ്റെ മലയാളം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് മലയാളത്തിൽ എന്താണ് യോഗ, ഒരു ചെറിയൊരു ഡെഫിനേഷൻ, ഒരു ബ്രീഫായിട്ടൊരു വീഡിയോ ഇടാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ യോഗ ഇഷ്ടമുള്ള ആൾക്കാരും യോഗനെ പറ്റി കൂടുതൽ അറിയാനുള്ള ആൾക്കാരിലോട്ടും ഈ വീഡിയോ റീച്ച് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് യോഗ? ഈ യോഗ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സാധാരണയായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് യോഗ ആസനകളാണ്. അതായത് നമ്മൾ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുന്നു, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നു, സ്പ്ലിറ്റ്സ് ചെയ്യുന്നു, ഭയങ്കര വിയേർഡായിട്ടുള്ള കുറേ പോസ്റ്റേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, അയ്യോ എൻ്റെ ശരീരത്തിനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് യോഗ എനിക്ക് പറ്റിയതല്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. യോഗ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ടെക്നീക്കാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടെക്നീക്കാണ്. യോഗ എന്ന ഒരു വേർഡിൻ്റെ അർത്ഥം തന്നെ യൂണിയൻ എന്നാണ്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒത്തുചേരുക അല്ലെങ്കിൽ സംഗമിക്കുക. എന്തിൻ്റെ ഒത്തുചേരലാണ്? നമ്മളുടെ മൈൻഡിൻ്റെയും ബോഡിയുടെയും സ്പിരിറ്റിൻ്റെയും യൂണിയൻ. അത് യൂണിയൻ സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുക? ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ഒരു സന്തോഷം, ഒരു കാര്യമില്ലാത്തൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നമ്മൾ ഭയങ്കര ഇന്നസെൻറ്റ് സോളായിരുന്നു. നമുക്കൊന്ന് വലിയ കാറ് വേണമെന്നില്ല, വലിയ വീട് വേണമെന്നില്ല, ആൾക്കാരെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണമെന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല, ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട് അതൊക്കെ മെല്ലെ മെല്ലെ പോയിട്ട് നമുക്ക് സ്ട്രെസ്സ് വരാൻ തുടങ്ങി, അസുഖങ്ങൾ വരാൻ തുടങ്ങി, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ് പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ എന്താ ചെയ്യുക? നമ്മളെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല ആക്ടിവിറ്റീസ് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യും, ഒരു ഫുൾഫിൽമെൻറ്റ് കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ബേസിക്കലി യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 5 തലത്തിൽ ആണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. നമുക്ക് 5 തലങ്ങളുണ്ട് നമ്മുടെ എക്സിസ്റ്റൻസിന്: ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. അപ്പോൾ ഈ 5 തലത്തിലും നമ്മൾ ബാലൻസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രം, ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ഓവറോൾ വെൽബീയിങ് എന്നൊരു സെൻസ് നമുക്കൊരു ഫീൽ ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റാണ്, പക്ഷേ നമ്മൾ ഇമോഷണലി മെൻ്റലി സ്റ്റേബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? നമുക്കൊരു ഓവറോൾ വെൽബീയിങ് ഫീൽ ചെയ്യില്ല, നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യില്ല, അല്ലേ? അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ലോസ്റ്റ് ഫീലിംഗ് ഒക്കെ നമുക്ക് ചില സമയത്തൊക്കെ തോന്നും. നമ്മൾ സന്തോഷത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടി 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 അവസാനം എവിടെയോ സന്തോഷം കിട്ടുന്നില്ല, എല്ലാം ടെമ്പററി ആണെന്ന് മനസ്സിലാക്കും. അപ്പോൾ എന്താണ് ഈ സന്തോഷം, സമാധാനം എന്താണ്? ഇതൊക്കെ കണ്ടുപിടിക്കുന്നൊരു ജേർണിയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേറ്റീവ് ജേർണിയാണ്. അതായത് നമ്മളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ലൈഫിൽ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആരാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ജേർണിയാണ് യോഗ എന്ന് പറയണത്. ഇതിൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടിയുണ്ട്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സെൽഫ് ജേർണിയാണ് യോഗ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ യോഗ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ പല ഇൻറ്റൻഷനലി വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഇമോഷണലി എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസോ എന്തെങ്കിലും ലൈഫിൽ കൂടെ ട്രോമ അനുഭവിച്ചു പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ലൈഫിൽ സ്റ്റക്കാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ഹെൽപ്ലെസ് ആയിട്ട് എന്താ പറയുക ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല ഇൻറ്റൻഷനിലാണ്. ചിലർക്ക് കൂടുതൽ യോഗനെ പറ്റിയുള്ള നോളജ് കൂടുതൽ ഡെപ്തിൽ അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല ഇൻറ്റൻഷനിലാണ് യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ യോഗ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ തന്നെ ഇന്ന ആൾക്ക് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. യോഗ ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം.
ഏത് ഏജിൽ വേണമെങ്കിലും ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനകത്ത് കറുപ്പില്ല, വെളുപ്പില്ല, പൊക്കമില്ല, അല്ലെങ്കിൽ ഇന്ന ജാതിയില്ല, മതമില്ല, അങ്ങനെയൊന്നുമില്ല. യോഗ എന്ന് പറഞ്ഞൊരു സെൽഫ് ട്രാൻസ്മിറ്റീവ് ജേണിയാണ്. ആർക്ക് വേണമെങ്കിലും ആ ജേണി ഇനീഷ്യേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് ഗ്രോ ചെയ്യണം. നമ്മളുള്ളിൽ എന്തെങ്കിലും നമ്മൾക്ക് തന്നെ എന്താ പറയുക, ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് എനിക്ക് നന്നായി, കുറച്ചും കൂടി നന്നായി ഇപ്പം ജീവിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ജീവിക്കണം, എന്നെ കുറച്ചും കൂടി മനസ്സിലാക്കണം, എനിക്ക് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും യോഗ എന്ന് പറഞ്ഞ ജേർണി ഭയങ്കര ബെനിഫിഷ്യലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ഹോൾഡ് ബാക്ക് ചെയ്യരുത്. യോഗ പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനോ നല്ലൊരു ടീച്ചറോ കണ്ടുപിടിക്കുക ചുറ്റിനുള്ളത്. എന്നിട്ട് യോഗ പഠിക്കാൻ ട്രൈ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കാരണം ഇതൊരു നമ്മൾ ആരാണെന്ന് കൂടുതൽ മനസ്സിലാക്കുന്നൊരു ജേണിയാണല്ലോ യോഗ എന്ന് പറയണേ. അപ്പോൾ അതൊരു ഫിസിക്കൽ ആസന മാത്രമല്ല. ആസന എന്ന് പറയുന്നത് യോഗയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പോൾ പതഞ്ജലി എന്ന് പറഞ്ഞൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈസി ആയിട്ട്, യോഗ എന്ന് പറഞ്ഞൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ഓക്കെ, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഡെപ്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലെത്താൻ വേണ്ടിയിട്ട്, ആ യൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് പതഞ്ജലി ഒരു 8 ഫോൾഡ് പാത്ത്, ഒരു 8 സ്റ്റെപ്സ് യോഗയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആ സമാധി എന്ന് പറഞ്ഞാലാണ് ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം തോന്നും. നമ്മളെവിടെയും ബോണ്ടേജ്ഡ് അല്ലാതെ, അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഒരു ലിബറേഷൻ ഫീൽ ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ഫീൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും ഒത്തിരി സ്ട്രെസ്സ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ആ സ്ട്രെസ് റിലേറ്റഡ് നമുക്ക് ഒത്തിരി ഫിസിക്കലി നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ യോഗയിൽ ശരിക്കും പറഞ്ഞാൽ ഇംബാലൻസസ് എന്നാണ് പറയുക. എന്തൊക്കെയോ നമ്മളുടെ ലൈഫിൽ ഇംബാലൻസസ് ഉണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. ആ ഇംബാലൻസസ് എന്താണെന്ന് നമ്മൾ തന്നെ സ്വയമായിട്ട് ഉള്ളിലേക്ക് നോക്കി കണ്ടുപിടിച്ച് അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ലൈഫും ഫ്രണ്ടിലേക്ക് മെല്ലെ പോയി തുടങ്ങും. അപ്പോൾ ഒരു സ്റ്റക്ക് ഫീലിംഗ് തോന്നുന്ന ആൾക്കാർക്കൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കൊരു ഓവർ തിങ്കിങ് കൂടും. നമ്മളത് ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഓരോ ഡിസിഷൻ നമ്മൾ റൈറ്റായിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു എന്താ പറയുക, ഞാൻ റൈറ്റായിട്ട് എടുത്തു. നമുക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ തീരുമാനങ്ങളെ മറ്റുള്ള റിലൈ ചെയ്യാതെ നമ്മളുടെ തീരുമാനങ്ങളെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് എന്താ പറയുക, ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നാം. കാരണം എപ്പോഴും നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ടാവില്ല, നമ്മൾ ഉപദേശിക്കാനോ ഗൈഡ് ചെയ്യാനോ ഒക്കെ. അപ്പം നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും എടുക്കുന്നത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡെസിഷൻ മേക്കിംഗ് കറക്റ്റ് ആവണമെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് ആ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്ത് ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റിയിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഒരു ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് വേണം നമ്മളെപ്പോഴും ജീവിതത്തിലോട്ട് ഫ്രണ്ടിലോട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാം. തെറ്റിപ്പോകാം ചിലപ്പം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. വി ഓൾ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ പെർഫെക്റ്റ് അറ്റ് ഓൾ. ഇതിൽ പെർഫെക്ഷനിസം ഇല്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ് എവിടെയാണോ അതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ തീരുമാനിക്കുകയാണ്, ഇവോൾവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യോഗ പഠിക്കുക. യോഗ എന്ന് പറഞ്ഞ ജേർണി ഭയങ്കര ബ്യൂട്ടിഫുൾ ജേർണിയാണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയൊരു ജേർണിയാണ്. ഞാൻ ആരാണെന്നും കൂടുതൽ ഞാനിപ്പോഴും എന്താ പറയുക കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാണ്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങളും, ഹൂ ആം ഐ എന്നൊരു ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും പല സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ പല രീതിയിൽ നമ്മൾ ഹേർട്ടായിട്ടുണ്ടാകും ലൈഫിൽ. അപ്പോൾ അതിലൂടെ ചില ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ചൈൽഡ്ഹുഡിൽ നമുക്ക് അനുഭവിക്കുന്ന, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഹാർട്ടൊക്കെ ഭയങ്കര ഫ്രാജിലാണ്, ഭയങ്കര സോഫ്റ്റാണ്. ആ സമയത്തൊക്കെ നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ വേദനിപ്പിക്കുകയാണെങ്കിൽ ആ മുറിവ്, ആ ഒരു വൂണ്ട് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നിൽക്കും. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടിലായിരിക്കും നമുക്ക് അങ്ങനെ ആ ഹീലിംഗ് എന്താണ് അല്ലെങ്കിൽ അതൊന്നും നമുക്ക് അറിയണ്ടാവില്ല. പക്ഷേ ആസ് എൻ അഡൾട്ട് നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടേക്ക് റെസ്പോൺസിബിലിറ്റി. ആ ചൈൽഡ്ഹുഡ് ട്രോമയും വൂൺസൊക്കെ നമ്മളെ ഫ്രണ്ടിലോട്ട് പോകുന്ന ആ ഒരു പാത്തിനെ ഭയങ്കരമായിട്ട് ബ്ലോക്കേജസ് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു സ്റ്റക്ക് ഫീലിംഗ് തോന്നിക്കുന്നത്. നമ്മൾ
പുറത്ത് പലരോടും ചിലപ്പം പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യും. അപ്പം മാനസികമായിട്ട് വളരെയധികം നമ്മളുടെ മനസ്സ്, നമ്മളുടെ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അതാണല്ലോ നമ്മൾക്ക് ആ ഒരു ഫ്രണ്ടിലോട്ട് പോകാനുള്ളൊരു ഒരു ഫ്യൂവൽ തരുന്നത്. അപ്പോൾ ആ മൈൻഡിൽ നമ്മൾക്ക് എന്തെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലൈഫിൽ. നമ്മൾ ഫിസിക്കലി സ്റ്റക്ക് ആയിരിക്കില്ല, പക്ഷേ ഇമോഷണലി മെൻ്റലി ചിലപ്പോൾ നമ്മൾ സ്റ്റക്ക് ആയേക്കാം. അപ്പോൾ നമ്മുടെ യോഗ പോലത്തെ പ്രാക്ടീസസിലൂടെ, ഒത്തിരി പ്രാക്ടീസസ് ഉണ്ട്, യോഗ ഈസ് വൺ ഓഫ് ദം. യോഗ പോലത്തെ പ്രാക്ടീസസിലൂടെ നമുക്ക് അങ്ങനത്തെ ഇമോഷണൽ വൂണ്ടിങ് ഉള്ളതിനെ ഹീൽ ചെയ്യാനും പിന്നെ മാനസികമായിട്ട് സ്റ്റേബിൾ ചെയ്യാനും ഫിസിക്കൽ വെൽനെസ്സിനും സ്പിരിച്വലി സ്ട്രോങ് ആവാനും ഇൻ്റലക്ച്വലി ഷാർപ്പ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ജേർണിയാണ് യോഗ. അപ്പോൾ ഇതാണൊരു ബേസിക് ഓഫ് യോഗയുടെ ഒരു ചെറിയ ഐഡിയ. അപ്പോൾ എന്താണെങ്കിലും യോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒട്ടും തന്നെ മടിച്ചു നിൽക്കാതെ അടുത്തുള്ള ഏതെങ്കിലും ഒരു യോഗ സെൻറ്ററിൽ പോയിട്ട് നല്ലൊരു യോഗ ടീച്ചറെ കണ്ടുപിടിച്ചു ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഹൂ യു ആർ. ആൻഡ് ഐ വോണ്ട് യു ഓൾ ടു റീച്ച് യുവർ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. ആൻഡ് ഐ എം ഓൾസോ ഹിയർ ഫോർ ദാറ്റ്. ഞാൻ സ്വന്തമായിട്ടും അത് കണ്ടുപിടിക്കുകയാണ്. ഐ എം ഓൾസോ ഹെൽപ്പിംഗ് അതേഴ്സ് അലോങ് വിത്ത് മൈ ജേർണി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എന്താണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് മലയാളത്തിൽ വീഡിയോ ഇടുന്നത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ് ആസ് വെൽ. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ റീച്ച് ടു ദ റൈറ്റ് പീപ്പിൾ. അപ്പോൾ ഇനിയും മെല്ലെ മെല്ലെ ഞാൻ യോഗനെ പറ്റിയും വെൽനെസ്സിനെ പറ്റിയും ഒക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ജേർണീനെ പറ്റിയും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട് നിന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ. നമസ്തേ.